ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ നമ്മൾ ചായയും കാപ്പിയും ഒക്കെ തമിഴിൽ എന്താണ് പറയുന്നതെന്നും ചായയും കാപ്പിയും ഉണ്ടാക്കാനുള്ള സാധനങ്ങളുടെ പേരുകളും തമിഴിൽ പഠിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് നമ്മളെ താഴെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നിങ്ങൾ നേരെ വീഡിയോയിലേക്ക് കിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചായയുടെയും കാപ്പിയുടെയും തമിഴ് വേർഡ് നമുക്കൊന്ന് പഠിക്കാം. നമ്മൾ ചായ എന്നാണ് മലയാളത്തിൽ ടീക്ക് പറയുന്നത്, കോഫിക്ക് കാപ്പി എന്നും. ഇതിന് നമ്മൾ തമിഴിൽ പറയുന്നത് ചായക്ക് തേനീർ എന്നാണ്. തേനീർ, തേ നാ എഴുതിയിട്ട് ചുറ്റിക്കെട്ട് വള്ളിയിട്ടിട്ട് രാ എഴുതി ചന്ദ്രകല. അപ്പോൾ ഈ പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ തേനീർ എന്ന് വെച്ചാൽ തേയില വെള്ളം എന്നാണ് അർത്ഥം. ഇതുപോലെ ഇനി കാപ്പിക്ക് പറയുന്നത് കുളമ്പി നീർ എന്നാണ്. കുളമ്പി നീർ, കു ള മാ എഴുതി ചന്ദ്രകല, പാ എഴുതി വള്ളി, കുളമ്പി. ഇനി ഒരു നീറും കൂടെ എഴുതിയാൽ മതി. നാ എഴുതി വള്ളി ഇട്ടിട്ട് രാ എഴുതി ചന്ദ്രകല, കുളമ്പി നീർ. അപ്പോൾ നമ്മൾ ചായ ആയാലും കാപ്പി ആയാലും ഒക്കെ ഉണ്ടാക്കുന്നത് അടുക്കളയിലാണ്. അടുക്കള എന്നാണ് കിച്ചൺ മലയാളത്തിൽ പറയുന്നത്. അടുക്കള, ആ ഡു ക ള, രണ്ട് കാ വരുന്നതാണ് ഇക്ക. അപ്പോൾ ഇനി തമിഴിൽ അടുക്കളയ്ക്ക് പറയുന്നത് സമയലറ എന്നാണ്. സമയലറ, സമയൽ എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയ, പാചകം ചെയ്യലാണ് സമയൽ എന്ന് പറയുന്നത്. അറ എന്ന് പറഞ്ഞാൽ റൂം എന്നാണ്. അപ്പോൾ സമയലറയെന്ന് നമുക്കൊന്ന് എഴുതാം. സ മൈ യാ ല ചുറ്റിക്കെട്ടിട്ടിട്ട് റായിട. അപ്പോൾ സമയലറൈ, പാചകമുറി. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് അടുപ്പ് വേണം. അടുപ്പിന് സ്റ്റൗ ആണ്. സ്റ്റൗവിന് മലയാളത്തിലെ അടുപ്പാണ് അടുപ്പ്. അടുപ്പ് തമിഴിലും അടുപ്പെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. ആ ഡു പാഴുതി ചന്ദ്രക്കല ഇട്ടിട്ട് അടുത്ത പാഴുതി കുനിപ്പിടാം. അടുപ്പ്. ഇത് ഡായുടെ കുനിപ്പും ഇത് പാ എഴുതിയിട്ട് കുനിപ്പുമാണ്. ഇനിയിപ്പോൾ കുനിപ്പുകൾ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ കുനിപ്പുകൾ തമിഴ് ലെറ്റേഴ്സിൻ്റെ എല്ലാ ലെറ്റേഴ്സിലെയും കുനിപ്പുകൾ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായിട്ടും കൊടുത്തേക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് തീയാണ്. ഫയറിന് മലയാളത്തിൽ തീ എന്ന് പറയും. തമിഴിലാണെങ്കിൽ രണ്ട് വാക്കുണ്ട്. ഒന്നെങ്കിൽ നെറുപ്പ് എന്ന് പറയാം. നെറുപ്പ്, നേ എഴുതിയിട്ട് രു എഴുതുക, എന്നിട്ട് പാഴുതി ചന്ദ്രക്കലയിട്ട് അടുത്ത പൂ എഴുതാം. നെറുപ്പ് എന്നും പറയാം, ഇല്ലെങ്കിൽ നമുക്ക് മലയാളത്തിലെ പോലെ തന്നെ തീ എന്നും പറയാം. തീ. അടുത്ത നമുക്ക് ടീ ആയാലും കോഫി ആയാലും ഉണ്ടാക്കാനുള്ള ഒരു പാത്രം വേണം. പാത്രം. വെസലിന് മലയാളത്തിൽ പാത്രം എന്ന് പറയും. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും പാത്രം എന്ന് പറയും. പാത്തിരം, പാ താഴ്തി ചന്ദ്രക്കല, അടുത്തൊരു താ എഴുതിയിട്ട് വള്ളിയിട്ടിട്ട് രാ എഴുതിയിട്ട് മാ എഴുതി ചന്ദ്രകല, പാത്തിരം. പാത്രം, പാത്രം, പാത്രം. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്നും കൂടെ നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ടത് വെള്ളം അല്ലെങ്കിൽ പാലാണ്. ചിലർ പാൽ ചായ, പാൽ കാപ്പി ഉപയോഗിക്കും, ചിലർ കട്ടൻ ഉപയോഗിക്കും. നമ്മളൊക്കെ കട്ടൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാട്ടറിന് മലയാളത്തിൽ എന്ത് പറയാൻ നോക്കാം. വെള്ളം എന്നാണ്. വെള്ളം, വെള്ളം. അപ്പോൾ ഈ വെള്ളത്തിന് തമിഴിൽ പറയുന്നത് കുടിനീർ എന്നാണ്. കുടിനീർ, കു ഡി നീർ, നാ എഴുതി ചുറ്റിക്കെട്ട് വള്ളി രാ എഴുതിയിട്ട് ചന്ദ്രകല, കുടിനീർ. അതാണ് കുടിവെള്ളം. വെറും വെള്ളമല്ല, കുടിവെള്ളം. കുടിവെള്ളം. ഡ്രിങ്കിങ് വാട്ടർ എന്ന്. ഇപ്പം നീറെന്ന് നമ്മൾ എഴുതിയാലും വാട്ടർ എന്ന് വായിക്കും. കുടിക്കുന്ന വെള്ളം ഒന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് കുടിനീറെന്ന് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പം അടുത്തത് മിൽക്ക്, പാൽ. മലയാളത്തിലായാലും തമിഴിലായാലും പാൽ എന്ന് തന്നെയാണ് കേട്ടോ. പാ ഇനി ലാ എഴുതിയിട്ട് ചന്ദ്രക്കല, പാൽ. ഇനിയിപ്പോൾ നിങ്ങൾ ചായയാണ് തിളപ്പിക്കാൻ പോകണമെങ്കിൽ ടീ പൗഡർ വേണം. കോഫി ആണെങ്കിൽ കോഫി പൗഡർ വേണം. അപ്പോൾ ടീ പൗഡറിന് നമ്മൾ മലയാളത്തിൽ തേയിലപ്പൊടി എന്ന് പറയും. തേയിലപ്പൊടി, തേയില പൊടി, പൊടി. ഇത് നമ്മൾ ചായപ്പൊടി എന്നും കൊളോക്കിയലായിട്ട് പറയാറുണ്ട്. അപ്പോൾ കോഫി പൗഡറിന് കാപ്പിപ്പൊടി എന്നും. കാപ്പിപ്പൊടി, കാപ്പി പൊടി. നമ്മൾ ചായക്ക് തേനീർ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ തേയിലൈത്തൂൾ എന്ന് പറയും. തേയിലൈ തൂൾ, താഴ്തി ചന്ദ്രകല, അടുത്ത താഴ്തിയിട്ട് ഇതിങ്ങനെ ഒരു തൂ എന്ന കുനിപ്പിടാം. തൂ എന്ന കുനിപ്പ്. ഇനിയുള്ള എഴുതി ചന്ദ്രകല. ഇതാണ് തേയിലൈത്തൂൾ. തേയിലയുടെ തൂൾ എന്ന് പറഞ്ഞാൽ പൊടി എന്നാണ്. ഇത് തൂളെന്ന് നമ്മൾ ജസ്റ്റ് എഴുതിയാൽ മതി. പക്ഷേ രണ്ട് വാക്കുകൾ ഒറ്റയ്ക്ക് കമ്പൈൻ ചെയ്യുന്നുണ്ടാണ് നമ്മൾ ഒരു ഇത്തും കൂടെ ഇട്ടത്. നമ്മൾ ചായപ്പൊടിക്ക് ഇവിടെ ഇപ്പം ഇട്ട പോലെ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കോഫിപ്പൊടിക്ക്, കാപ്പിപ്പൊടിക്ക് നമ്മൾ പറയുന്നത് നമ്മൾ നേരത്തെ കുളമ്പി നീറെന്ന് പറഞ്ഞ പോലെ കുളമ്പി തൂൾ, കുളമ്പിത്തൂൾ. ഇനിയിപ്പോൾ നമുക്ക് ഷുഗർ വേണം. ഷുഗറിന് മലയാളത്തിൽ പഞ്ചസാര എന്നാണ്. പഞ്ചസാര, പാ ഇഞ്ച സാര. ഇതിന് തമിഴിൽ പറയുന്നത് ശർക്കര എന്നാണ്. ശർക്കര, സ
ഇർ കാ എഴുതി ചന്ദ്രക്കലയിട്ട് ഒരു കാ എഴുതാം. അപ്പോൾ ഇക്കാനായി. ഇനിയിപ്പോൾ ചുറ്റിക്കെട്ടിട്ടിട്ട് രായി ഇട്ടാൽ മതി. ശർക്കര. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ കുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാപ്പി കിട്ടും, അല്ലെങ്കിൽ ചായ കിട്ടും. ഇത് കട്ടനാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോയും ഈ അറിവുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്.